ഹായ്, സിനിമയിലെ ലോകാത്ഭുതം അവതാർ ഫാർ ആൻഡ് ഡാഷ് ഇതിന്റെ തേർഡ് പാർട്ടാണ് പടത്തിന്റെ. കണ്ടു. എൻ്റെ അമ്മോ, ഒരു കിടിലം പടം. എന്താണ് ആ ഒരു വിഷ്വൽ എഫക്റ്റും പുതിയ സ്റ്റോറി ലൈനും അതുപോലെ തന്നെ ആ ഒരു 3D എഫക്റ്റും ഗംഭീരം, ഒന്നും പറയാനില്ല. കണ്ട് എൻജോയ് ചെയ്യുക. ശരിക്കും ഈ പടം ഒരു അത്ഭുതം തന്നെയാണ്, ഒരു എപ്പിക് ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. ഈ പടത്തിൽ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആഷ് എന്ന് പറയുന്ന പുതിയൊരു ടീമിനെയാണ്. അവര് അത്യാവശ്യം നല്ല ടീമാണ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ അല്ല, പോസ്റ്ററിൽ നമ്മൾ കണ്ട പോലെ ഒന്നും അല്ല സംഭവം. തീ കൊളുത്തി വിട്ടിട്ടുണ്ട്, പേര് പോലെ തന്നെ. അടിപൊളിയായിട്ടുള്ള മേക്കിംഗ് ആണ് പടത്തിൻ്റെത്. സിനിമ അതായത് സെക്കൻഡ് പാർട്ട് എവിടെ നിന്നാണ് അവസാനിച്ചത്, ഏകദേശം അവിടെ തന്നെയാണ് ഈ പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ മേക്കിംഗ് എന്നുള്ളതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, ടോപ്പ് ക്ലാസ് മേക്കിംഗ് ആണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുതിയൊരു ആൾക്കാർ കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ വിൻഡ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട് അതിനകത്ത്. അവരുടെ ആ ഒരു സെറ്റപ്പും ആ ഒരു കപ്പൽ പോലത്തെ സാധനവും അതിങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു ജീവിയെല്ലാം ഉണ്ട്. അതെല്ലാം എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നു, ആ ഇമാജിൻ ചെയ്ത സാധനം എങ്ങനെ ക്രിയേറ്റീവായിട്ട് വിഷ്വലി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു എന്നൊക്കെയാണ് ഞാൻ ഈ സിനിമ കാണുമ്പോൾ ചിന്തിച്ചത്. അത്രയ്ക്കും ഒരു വലിയൊരു പടം. എൻ്റെ അമ്മയെ, നമുക്ക് ഇങ്ങനത്തെ ഒരു പടമൊന്നുമില്ലേ ഈ അടുത്തൊരു 10-20 കൊല്ലത്തേക്കൊന്നും ഇന്ത്യൻ സിനിമയിലൊന്നും ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടി പോകില്ല. നമുക്ക് ഈ ഹോളിവുഡ് പടം കണ്ടിട്ട് അത്ഭുതപ്പെട്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഇതെല്ലാം ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല പണിയുണ്ട്. എൻ്റെ അമ്മേ, ഗ്രേറ്റ്. നമുക്കിങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കിയിരിക്കും എന്തോ സംഭവിക്കുന്നുണ്ട്. കണ്ട് അത്ഭുതപ്പെടുക എന്നുള്ളതല്ലാതെ വേറൊന്നും ഇല്ല. പിന്നെ ഈ പടത്തിന്റെ സ്റ്റോറി ലൈൻ എന്ന് വെച്ചാൽ അറിയാലോ, എപ്പോഴും ഇമോഷൻസ്, അതായത് ലവ്, ഫാമിലി, അതുപോലെ തന്നെ ആ ഒരു നേച്ചർ, ആ ഒരു വേൾഡിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെ ജീവിക്കുന്ന ആൾക്കാരും ആ പ്രകൃതിയും തമ്മിലുള്ള ഭയങ്കരമായിട്ടൊരു ബോണ്ടിങ്. അത് അവതാറിന്റെ ഓരോ പാർട്ടിലും, ഫസ്റ്റിലും സെക്കൻഡിലൊക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു കണക്ഷൻ ഈ തേർഡ് പാർട്ടിലും കാണിക്കുന്നുണ്ട്. അതായത് അവർ പറയുന്ന ആ ഹോളി മദർ ഉണ്ടല്ലോ, അവരുടെ ഗ്രേറ്റ് മദർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അവിടെയുള്ള എല്ലാ ജീവനുള്ള സാധനവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. ഇപ്പൊ ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് എല്ലാം ഈ പുഴയിലുള്ള മീൻ പോലത്തെ സാധനവും ഈ പറക്കുന്ന ജീവികളും എല്ലാവരും ചേർട്ടാണ് ഈ അറ്റാക്കിന് വേണ്ടി വരുന്നത്. അപ്പോൾ ജീവനുള്ള ഒരു വസ്തുവിന് അതിന്റെ ചുറ്റുപാടുള്ള എല്ലാത്തുമായിട്ട് എന്താണ് കണക്റ്റഡ് ആണ്. അങ്ങനെ ജീവൻ എന്ന് പറഞ്ഞൊരു സാധനത്തിന് അത്രയും ഇമ്പോർട്ടൻസും എല്ലാ ജീവനുള്ള വസ്തുക്കളുമായിട്ട് ഈ പറയുന്ന ഈ നീല മനുഷ്യന്മാര് കണക്റ്റഡ് ആണെന്നുള്ള ഒരു വലിയൊരു കോൺസെപ്റ്റാണ് ഈ സിനിമയിലും അവതരിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഈ ഒരു എന്താണ് ഭൂമിയുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാലും ആ ഒരു ഐഡിയോളജി നമുക്ക് വർക്കാണ്. പക്ഷെ നമ്മുടെ ഒരു സ്വഭാവം കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് ഈ ലോകം കീഴടക്കണം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ആൾക്കാരെ കോൺകർ ചെയ്ത് വെക്കണം, അടക്കി ഭരിക്കണം എന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ആയി പോയത്. ഇങ്ങനൊന്നും അല്ലാത്ത പുതിയൊരു വേൾഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവരുടെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും. അവർ ചുറ്റുമുള്ള ജീവനുള്ള എല്ലാ വസ്തുക്കളെയും ഒരേപോലെ പരിഗണിച്ചു പോകുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഐഡിയോളജിയാണ്. ഒരു കോൺസെപ്റ്റ് തന്നെ ഭയങ്കര ഹെവിയാണ്. അങ്ങോട്ടേക്കാണ് ഈ മനുഷ്യന്മാർ വരുന്നത്, പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടും അവർക്ക് വേണ്ട സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടും. നമ്മൾ പാർട്ട് 2 കണ്ടില്ലേ, അമൃത് എന്ന് പറയുന്ന സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഈ മൂന്നാമത്തെ പ്രാവശ്യം അവർ വരുന്നത്. പക്ഷെ ചില പരീക്ഷണങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട്. അതായത് ആ സ്പൈഡർ എന്ന് പറയുന്ന ഒരു ചെക്കനില്ലേ, ആ സ്പൈഡറിന് മാസ്ക് ഇല്ലാതെ തന്നെ ആ ഒരു വേൾഡിൽ ജീവിക്കാൻ വേണ്ടി പറ്റുന്ന ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു? അങ്ങനെയാണെങ്കിൽ ഭൂമിയിലുള്ള മനുഷ്യന്മാരൊക്കെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ആ ഒരു ഫ്രഷ് എയർ, അവിടെ ഉള്ള എയർ എങ്ങനെ അവർക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആ ഒരു എക്സ്പെരിമെന്റ് ഈ തേർഡ് പാർട്ടിൽ നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് വേറെ മനുഷ്യന്മാരെ അവർക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുമല്ലോ. സോ ആ ഒരു സാധനമാണ് ഈ തേർഡ് പാർട്ടിൽ അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിന്റെ മേക്കിങ്ങിനെ കുറിച്ച് ഒന്നും പറയാനില്ല. ജെയിംസ് കാമറോൺ ദി ലെജൻഡ്, അതായത് ശരിക്കും ഒരു സയന്റിസ്റ്റ് ആണ്. അതായത് ഇങ്ങനെല്ലാം ചിന്തിച്ച് ഒരു സിനിമ മേക്ക് ചെയ്ത് കൊണ്ടുവരണമെങ്കിലില്ലേ, അങ്ങനെ ഒരു ലോക്കൽ ഫിലിം മേക്കറിനെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നുമല്ല. ക്യാമറോണിനെ കുറച്ച് കൂടുതൽ പറയണ്ടല്ലോ. അയാളെല്ലാം ശരിക്കും ഒരു ലെജൻഡാണ്. എൻ്റെ അമ്മേ, ചിന്തിക്കുന്നതും അത് ക്രിയേറ്റ് ചെയ്യുന്നതും ഇങ്ങനൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ദാറ്റ്സ് ഗ്രേറ്റ്. നമുക്കത് കണ്ട് അത്ഭുതപ്പെടാന്നുള്ളല്ലാതെ അതിനെ കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യാനും അതെന്താ ഇങ്ങനെ അങ്ങനെ ചിന്തിക്കാനൊന്നുമില്ല. കാരണം ഈ തോട്ട് തന്നെ അങ്ങനെയാണ്, നമ്മൾ ആരും ചിന്തിക്കാത്തൊരു സാധനമാണ്. പക്ഷെ വിഷ്വലി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ മേക്കിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ ഓൾറെഡി. പിന്നെ ആഷസ് എന്ന് പറഞ്ഞ പുതിയ ടീമിനെ കുറിച്ച് പറഞ്ഞില്ല. അതിൽ ഈ ആഷസിന്റെ ഒരു മെയിൻ ടീം ലീഡർ ആയിട്ട് വന്നിട്ടുള്ള ഒരു പെണ്ണുങ്ങളുണ്ട്. ക്യാരക്ടറിന്റെ പേര് ഞാൻ മറന്നുപോയി. അവരുടെ പ്രകടനം, പിന്നെ അവരുടെ മൊത്തത്തിലുള്ള ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതായത് അവരുടെ ഒരു യൂണിഫോം പോലെ ആയിരിക്കുമല്ലോ എല്ലാ ആൾക്കാരുടെയും, ഈ എന്താണ് പെയിന്റിങ്ങും കാര്യവും, പിന്നെ അവർ ഉപയോഗിക്കുന്ന ഒരു പറക്കുന്ന ജീവിയില്ലേ, അതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ തീയാണ് അവരുടെ മെയിൻ വെപ്പൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ സ്റ്റീവൻ
ക്യാരക്ടർ, അതായത് സ്റ്റീവൻ ലാങ്ങിന്റെ ക്യാരക്ടറും ഈ ആഷസും തമ്മിലൊരു കൊളാബറേഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നെ സംയുക്തമായിട്ടുള്ള ഒരു ആക്രമണമാണ് നമ്മുടെ ജെയ്ക്ക് സള്ളിയുടെ ടീമിനെതിരെ ഉണ്ടാകുന്നത്. പക്ഷെ ജെയ്ക്ക് സള്ളിയും പിള്ളേരും നല്ല പടപടാതെ പിടിച്ചേക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിരി ഉണ്ടല്ലോ, സള്ളിയുടെ മകള്. അപ്പൊ കിരി എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായി, കിരിയുടെ എക്സിസ്റ്റൻസിനെ കുറിച്ചുള്ള ഈ സിനിമ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ കിരിയും സ്പൈഡറും തമ്മിലുള്ള ചില അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും ഒരു ബോണ്ടും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ കടപ്പുറത്ത് താമസിക്കുന്ന കുറച്ച് ആൾക്കാരുടെ കാര്യം പറഞ്ഞില്ലേ, അവർ ആ കടപ്പുറവാസികളായിട്ടുള്ള ആൾക്കാരുടെ ഒരു ഫീമെയിൽ ലീഡ് ഉണ്ടല്ലോ, ആ ഒരു കഥാപാത്രത്തിന്റെ ഒരു പവറും കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി നല്ല രീതിയിൽ സിനിമയിൽ കാണിക്കുന്നുണ്ട്. സെക്കൻഡ് പാർട്ട് അത്രയധികം ഉണ്ടായിരുന്നില്ല. പക്ഷെ തേർഡ് പാർട്ടിൽ എന്താണ് തീരപ്രദേശത്തുള്ള ഒരു ടീം ലീഡർ, ഫീമെയിൽ ലീഡിന്റെ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് നോക്കി സിനിമയിൽ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ ആകെ മൊത്തം സെക്കൻഡ് പാർട്ട് എവിടെ നിന്ന് അവസാനിച്ചോ അവിടെ തന്നെയാണ് ഈ തേർഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്നത്. സോ സെക്കൻഡ് പാർട്ട് നമ്മൾ കണ്ട് തീർന്നു, തേർഡ് പാർട്ടിലേക്ക് ഡയറക്റ്റ് കാണുന്ന പോലെ നമുക്ക് തോന്നും. വേറെ തന്നെ ഒരു സിനിമ കാണുന്ന പോലെ നമുക്ക് തോന്നില്ല. ഒരു ഫ്ലോ ഉണ്ട് പടം, മനസ്സിലായി, ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയൊരു കിടിലൻ പടമാണ്. പിന്നെ എനിക്ക് സാധാരണ ഹോളിവുഡ് സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്ന കാര്യമുണ്ടല്ലോ, ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഇവർ കൊണ്ടുവന്നിട്ട് ഇന്റർവെൽ ഇടും. ഇന്റർവെൽ ഇല്ല പടത്തിൽ, അവർ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു പോസ് ചെയ്ത് വെക്കും. നല്ലൊരു മൊമെന്റിലാണ് അവർ കൊണ്ടുവന്ന് പോസ് ചെയ്ത് വെച്ചത്. ശരിക്കും അവർക്ക് ആ ഒരു സീൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് പോസ് ചെയ്താൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ രസം പിടിച്ചു വന്നപ്പോഴത്തേക്ക് തന്നെ അവർ ഒന്ന് പോസ് ചെയ്ത് പിന്നെ അത് സീൻ നമുക്ക് പറയേണ്ടി വരും എന്താന്നുള്ളത്. പക്ഷെ ഒരിക്കലും ഒരു ബ്രേക്ക് കൊടുക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ടാണ് ഇവർ അവസാനിപ്പിക്കുന്നതും പിന്നെ എടുത്തുകൊണ്ട് വന്നതും. പിന്നെ നമ്മുടെ തിയേറ്റർ സെറ്റപ്പ് എല്ലാം അങ്ങനെ ആയി പോയല്ലോ. പിന്നെ ഈ പടത്തിന്റെ 3D എന്ന് വെച്ചാൽ നല്ല രസമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ വിൻഡ് ട്രേഡേഴ്സ് എന്ന സാധനം വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് നല്ല നമുക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ പോകുന്നത് പോലെയൊക്കെ തോന്നും. അതുപോലെ തന്നെ കിരി അവരുടെ ഈ ലോങ് ഹെയർ അതുകൊണ്ടിട്ടൊരു മറ്റേ വെള്ളത്തിന്റെ അടിയിലുള്ള സാധനത്തിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുമല്ലോ, അപ്പൊ അവർക്ക് ഉണ്ടാകുന്ന അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംഭവമില്ലേ, അവരുടെ ആ ഒരു ഹോളി മദറുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ലേ, അതെല്ലാം കാണുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഒരു രോമാഞ്ചം ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ പോകുന്ന പോലെ തോന്നും, മനസ്സിലായില്ലേ. പിന്നെ ആ ഒരു ഫൈറ്റ്, ഈ വിൻഡ് ട്രേഡേഴ്സും ആഷസും തമ്മിലുള്ള ആദ്യത്തെ ഒരു ഫൈറ്റ് ഇല്ലേ, ദാറ്റ് വാസ് അടിപൊളി. ഈ ഒരു പായ്ക്കപ്പൽ പോലത്തെ ഒരു സാധനം അറ്റാക്ക് ചെയ്ത് പിടിക്കുന്ന ഒരു സീനുണ്ട്, അതിന്റെ മേലെ കൂടി ഇയാളിങ്ങനെ പോകുന്നതും ജെയ്ക്ക് സള്ളി പോകുന്നതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുക. ശരിക്കും ഇതൊരു ലോകാത്ഭുതം തന്നെയാണ് ഈ ഒരു പടം. ഗ്രേറ്റ്, അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും നല്ല എൻജോയബിൾ ആയിട്ടുള്ള പടമായിരുന്നു. 3D തന്നെ കാണാൻ വേണ്ടി നോക്കുക, പറ്റുമെങ്കിൽ തിയേറ്ററിൽ തന്നെ നല്ല സൗണ്ട് സിസ്റ്റം ഉള്ള ആ ഒരു സെറ്റപ്പിൽ തന്നെ ഇരുന്ന് കാണുക. പൈക്കൻസിന്റെ കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി. അവരുടെ ഈ പൈക്കൻസിന്റെ ഒരു നേതാവ് വന്നിട്ട് ഈ വലിയ തിമിംഗലം പോലത്തെ ഒരു സാധനം വന്നിട്ട് ഒരു വൈബ്രേഷൻ, വെള്ളത്തിന്റെ അടിയിൽ വൈബ്രേഷൻ വിടുന്നുണ്ട്. അത് ആ സൗണ്ട് ഉണ്ട്, ഇങ്ങനെ ഇടിയെല്ലാം വിട്ടുന്ന ഒരു സൗണ്ട്, നമ്മുടെ നെഞ്ചിലിങ്ങനെ കുലുങ്ങിപ്പോ അതൊരു സൗണ്ട് ആയിരുന്നു. സോ എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഭയങ്കര അത്ഭുതകരമായിട്ടൊരു പടം. ശരിക്കും എപ്പിക്കായിട്ടൊരു മൂവി തന്നെയാണ്. സോ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. നല്ല തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നൊരു പടം കൂടിയാണ് അവതാർ 3. ഗ്രേറ്റ് മൂവി.